ഹലോ ഫ്രണ്ട്സ്, മഴതോരും മുംബൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനനും ബാലചന്ദ്രനും കൂടെ രാവിലെ തന്നെ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങാം കേട്ടോ. താഴേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റൂം ചെക്കൗട്ടായിട്ട് പോവുകയാണെന്ന് അറിയുമ്പോൾ റിസപ്ഷനിൽ ചെന്ന് ക്യാഷും കാര്യങ്ങളൊക്കെ അടയ്ക്കുമ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, സാറ് എന്തായാലും ചെക്കൗട്ട് പോവല്ലേ, ഇവിടുത്തെ നമ്മുടെ ആ ഒരു ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. സാർ ഇവിടെ ഹാപ്പി ആയിരുന്നല്ലോ അല്ലേ എന്ന് ബാലചന്ദ്രനോട് ചോദിക്കുക കേട്ടോ. ബാലചന്ദ്രൻ ആകെ ഒന്ന് ചിരിക്കുകയാണ്. എന്നിട്ട് ഗോവർദ്ധനോട് ചോദിക്കുക, എടോ ഞാനിവിടെ ഹാപ്പി ആയിരുന്നു എന്നാണ് ചോദിക്കണേ, താൻ ഹാപ്പി ആയിരുന്നോ? ഗോവർദ്ധനൊന്നും മിണ്ടാൻ പറ്റുന്നില്ല കേട്ടോ, ഒന്ന് മൂളുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യും, താൻ തന്നെ ഫീഡ്ബാക്ക് കൊടുക്ക്, ഹാപ്പി ആയിരുന്നു എന്നും പറഞ്ഞ് എഴുതി ഒപ്പിട്ടൊക്കെ കൊടുക്ക്. ശരി, ഞങ്ങളത് അയച്ചോളാമെന്ന് പറഞ്ഞിട്ട് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. എന്നിട്ട് ബാലചന്ദ്രൻ ഒന്നും കൂടെ പറയാം, ആ കുട്ടി ചോദിച്ചത് നീ കേട്ടോ, ഞാനിവിടെ ഹാപ്പി ആയിരുന്നോ എന്ന്. ഹാപ്പി എന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ കാറിൽ കയറി പോവാണ് കേട്ടോ. പോകുന്ന വഴിക്കാണ് ഇന്നത്തെ സംഭാഷണം മുഴുവൻ കേട്ടോ. അപ്പോൾ വന്നത് എന്തിനാണ്, വന്ന കാര്യങ്ങളൊക്കെ നടന്നോ, എന്താ ബാലേട്ടൻ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്, ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ഗോവർദ്ധൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പൂർണ്ണമായിട്ടും പറഞ്ഞില്ലല്ലോ. അന്നേരം തലേ ദിവസം രാത്രി അവൾ പറഞ്ഞ കാര്യങ്ങൾ, ചില കാര്യങ്ങൾ, വൈജയന്തിയുടെ മകളാണ് അലീന എന്നുള്ള കാര്യമൊക്കെ ഗോവർദ്ധൻ അറിഞ്ഞു. ആ കാര്യങ്ങളെക്കുറിച്ച് ചില കാര്യങ്ങൾ വീണ്ടും ചോദിക്കുക, വല്ലാത്ത ടെൻഷനിൽ. അപ്പം ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നീ അതൊക്കെ ഓർത്ത് വെച്ചേക്കാണോ ഗോവർദ്ധന, അതൊക്കെ ഞാൻ വെറുതെ പറഞ്ഞതാണ്, നീ അങ്ങ് വിട്ട് കളഞ്ഞേക്ക്, ഇതൊരു കഥ അത്രയേ ഉള്ളൂ. ഇല്ല, ഇത് വെറും കഥയല്ല, ഇത് ബാലേട്ടൻ്റെ ജീവിതം തന്നെയാണെന്ന് എനിക്കറിയാം. ബാലേട്ടൻ ഇന്നലെ ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുകയല്ല ചെയ്തത്, ബാറിലേക്ക് പോയി വൃത്തിയായിട്ട് കഴിച്ചു. അതാ. താനെന്താ എന്നോട് വരാത്തെ? ഞാൻ ഗോവർദ്ധന നിന്നെ വിളിച്ചില്ലേ? പിന്നെ ഞാനിതൊക്കെ കേട്ട് ഷോക്കായിരിക്കായിരുന്നു. എന്തായാലും ബാലേട്ടൻ ശരിക്കും കഴിച്ചിട്ടുണ്ട്, ബോധമില്ലാത്ത അവസ്ഥയിലായിരുന്നു ഇന്നലെ. അങ്ങനെയായിരുന്നു. പക്ഷേ എന്തൊക്കെ ഇത്രയും കാര്യങ്ങൾ എന്നോട് പറഞ്ഞ സ്ഥിതിക്ക് ചില കാര്യങ്ങളോട് ഞാൻ ചോദിക്കുന്നോട് തെറ്റുണ്ടെന്ന് തോന്നുന്നു. എടാ, താനിതൊക്കെ മറന്നേക്ക്. ഞാൻ തന്നോട് മുമ്പൊരു കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ആംഗ്ലോ ഇന്ത്യൻ്റെ കാര്യം, അതിലുണ്ടായ കുട്ടിയാണ് അലീന എന്ന്. അതുപോലൊരു കഥയാണ് ഞാൻ ഇന്നലെയും പറഞ്ഞത്. അല്ലാതെ ഇതിൽ വലിയ സത്യമൊന്നുമില്ല, മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറയാം. പക്ഷേ ഗോവർദ്ധനെ വിടുന്നില്ല കേട്ടോ. വീണ്ടും ചോദിക്കുകയാണ്, കാര്യങ്ങൾ കിണ്ടി ചോദിക്കുന്നുണ്ട്, കാര്യങ്ങളുടെ സത്യാവസ്ഥ അറിയണമല്ലോ. ബാലചന്ദ്രനും അതൊന്ന് തുറന്നു പറഞ്ഞാൽ മനസ്സിലൊരു ആശ്വാസമാവുന്നുണ്ട്. മനസ്സിലെല്ലാം അടക്കി പിടിച്ചിരുന്നിട്ടും എന്ത് ചെയ്യാനാ. എന്തായാലും ഇനിയിപ്പോൾ അതൊന്നും പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. അലീന പോവാണ്, പോയി കഴിഞ്ഞാൽ പിന്നെ ആർക്ക് വേണ്ടി ഈ രഹസ്യങ്ങൾ ഞാൻ മറച്ചു വെക്കണം എന്നൊരു ചോദ്യമായിട്ട് ഗോവർദ്ധനോട് തുറന്നു പറയുന്നുണ്ട്. ഇത് ബാലേട്ടൻ എങ്ങനെ അറിയുന്നത് കാര്യങ്ങളെല്ലാം, അലീന ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അങ്ങനെ ബാലചന്ദ്രൻ പറയാം, എടോ എനിക്കും ഇതൊന്നും അറിയില്ലായിരുന്നു, പക്ഷേ അവൾക്കറിയായിരുന്നു അവളുടെ അമ്മയുടെ അടുത്തേക്ക് അവൾ വരുന്നതെന്ന്. പക്ഷേ ഇവിടെ വരുമ്പോൾ അവളെ സ്വീകരിച്ചത് നല്ലൊരു അമ്മയല്ലല്ലോ, ജോലിക്കാരിയെ പോലെ ഒരുത്തിയായിട്ട് പീഡിപ്പിക്കുന്ന ഒരുത്തിയല്ലേ. ഇത്രത്തോളം അവൾ ക്ഷമിക്കുകയും സഹിക്കുകയും ചെയ്തു. എന്നിട്ടും അവൾ സ്വന്തം മകൾ അമ്മയെപ്പോലെ അവൾ ഇന്നു വരെയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടോ? പക്ഷേ എനിക്ക് സംശയം തോന്നിയാൽ എവിടെയെന്ന് വെച്ചാൽ, അവളെ ഞങ്ങളുടെ വീട്ടിൽ വരുന്ന സമയം മുതൽ എൻ്റെ മക്കളെ സ്വന്തം സഹോദരങ്ങളെ പോലെ കെയർ ചെയ്യുന്നു, എന്നെ ഒരു അച്ഛനെ പോലെ നോക്കുന്നു. പിന്നെ വൈജയെ സ്വന്തം അമ്മയെ പോലെ. വൈജയുടെ വാക്കുകളും മുറിപ്പെടുത്തുന്ന രീതികളും ഒക്കെ കണ്ടാൽ ആരായാലും 2 ദിവസം കഴിഞ്ഞ് 3 ഇട്ടെറിഞ്ഞിട്ട് പോകും. പക്ഷേ ഇവളെല്ലാം സഹിച്ചാണ് നിന്നത് അല്ലേ. ഞാൻ ആദ്യമായിട്ട് അറിയുന്നത് ഇവിടെ പിള്ളേരുടെ കത്രികയ്ക്ക് കുത്തുകൊണ്ട് ആശുപത്രി കിടന്ന സമയമുണ്ടല്ലോ, ആ സമയത്താണ് ഞാനിതെല്ലാം അറിയുന്നത്. അവൾ ഫോണിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അങ്ങനെ അവിടെ മുതൽ ഞാൻ എൻ്റെ അന്വേഷണം തുടങ്ങി. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് ഇവൾ എന്തിനാണ് വന്നത്, ആരാണോ എന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ത്വരയായിരുന്നു. അവളുടെ ഫോണിൽ ഞാൻ റെക്കോർഡിങ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. അവളുടെ അല്ലായിരുന്നു, അന്ന് മുത്തശ്ശിയുടെ ആയിരുന്നു. അറിയാമല്ലോ, അവൾക്കാണെങ്കിൽ ഐഫോൺ എന്താണെന്നോ ഒന്നും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കാൻ പോലും അറിയത്തില്ലായിരുന്നു. ആ സമയത്താണ് ഞാനിത് ചെയ്തത്. അങ്ങനെയാണ് രേവതി കുട്ടിയായിട്ടുള്ള സംഭാഷണം ഞാൻ അറിയുന്നത്. ഇങ്ങനെ വൈജയുടെ മകളാണ് ഇവളെന്നും, വൈജ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞിനെ പ്രസവിച്ചു എന്നും. അതോടെ ഞാൻ തകർന്നു പോയടോ. അവിടെ നിന്ന് പിന്നെ ഞാൻ അവിടെ നിന്ന് നേരെ ഇത് സത്യമാണെന്ന് അറിയണമല്ലോ, കൊല്ലപ്പള്ളിക്കാരെല്ലാം കൂടി എന്നെ ചതിച്ചതാണോ എന്ന് അറിയണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഒരു സുപ്രഭാതത്തിൽ നേരെ പോയത് ആ ഗംഗാധരേട്ടൻ്റെ അടുത്തേക്ക്. അതിനുശേഷം തിരിച്ചു വന്ന് എല്ലാത്തിനെയും വെടിവെച്ച് കൊല്ലണം എന്നാണ് ഞാൻ വിചാരിച്ചത്. അവിടെ ചെന്ന് ഞാൻ ഒരൊറ്റ ചോദ്യം മാത്രമേ അയാളോട് ചോദിച്ചുള്ളൂ, നിങ്ങളുടെ സഹോദരി വൈജ എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ പ്രസവിച്ചോന്ന്. അയാൾ യുദ്ധസമയത്ത് ശത്രുക്കളുടെ മേലെ നെഞ്ചി വിരിച്ച് നിന്നിട്ടുണ്ടാവും ധൈര്യത്തോടു കൂടി. പക്ഷേ എൻ്റെ മുമ്പിൽ ആ ഒരൊറ്റ ചോദ്യത്തിൽ അയാൾ പാളിപ്പോയി. അതോടെ എനിക്കെല്ലാം മനസ്സിലായി. അങ്ങനെ മനസ്സ് തകർന്ന് തിരിച്ചു വരുമ്പോൾ കൊല്ലണമെന്നുള്ള താല്പര്യത്തോടെ ഇവിടെ വന്നത്. വരണ വഴിക്ക് ഞാൻ ഒത്തിരി മദ്യപിച്ചിരുന്നു. പിന്നെ ടെൻഷനും എല്ലാം കൂടെ എനിക്ക് അറ്റാക്ക് വന്നതും അവിടെ നിന്ന് എന്നെ രക്ഷിച്ചതും അലീനയാണല്ലോ. അതോടുകൂടി ഞാൻ എല്ലാ സത്യങ്ങളും പിന്നെ ഞാൻ എല്ലാം മറച്ചു വെച്ചു. പിന്നെ അലീന എങ്ങനെയാണ് അറിഞ്ഞത് എന്ന് ഗോവർദ്ധനൻ ചോദിക്കാട്ടോ.
അലീന അറിഞ്ഞതിനും കാരണമുണ്ട്. അവളെ ഇവിടെ നിന്ന് അടിച്ചോടിക്കാനായിട്ട് എല്ലാവരും നോക്കിയില്ലേ. അവസാനം അവളെന്താ തീരുമാനിച്ചത്, ഞാനും പൊക്കോളാം എന്ന് പറഞ്ഞു. വൈജയുടെ സഹോദരങ്ങളും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കൂട്ടിക്കൊണ്ടുവന്നു അവളെ ഓടിക്കാനായിട്ട്. അവസാനം അവളെ നിവർത്തി കിട്ട് പോവാന്ന് കരുതി. പക്ഷേ അവളെൻ്റെ ഒരു ആയുധമായിരുന്നു. അവളെ എനിക്ക് അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല ഗോവർദ്ധന. അന്ന് ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. നീ ഇവിടെ വന്ന എന്തിനാണെന്നും നീ ആരാന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കി. നീ പോയി കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഇവരോട് വിളിച്ചു പറയുന്നു. അത് പേടിച്ചിട്ടാണ് പിന്നെയും അവൾ പോവാത്തത്. അത് കഴിഞ്ഞ് പിന്നീട് എല്ലാവരും കൂടെ എന്താ ചെയ്തത്, നമ്മളെ അവിഹിത ബന്ധത്തിലാക്കി, ഞാനും അലീനയും തമ്മിൽ. അത് മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആംഗ്ലോയിൻ്റെ കഥ പറഞ്ഞത്. അവളെ ഞാൻ എൻ്റെ മകളായി സ്വീകരിച്ചതും അവളെ എന്നെ അച്ഛാന്ന് വിളിക്കാൻ തുടങ്ങിയതും എന്തൊക്കെയായിരുന്നു. പക്ഷേ അവളെ എല്ലാവരോടും എനിക്ക് ദേഷ്യമുണ്ടെങ്കിലും അവളോട് എനിക്ക് ദേഷ്യമില്ല. അവളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്നെയാണ്. എൻ്റെ കുടുംബം നിനക്കറിയാലോ, താറുമാറായിരുന്ന കുടുംബത്തിനെ എല്ലാം ഒരു കൂട്ടി നല്ലൊരു കുടുംബമായിട്ടും എൻ്റെ മക്കളുടെ ജീവിതം എല്ലാം തിരിച്ചു പിടിച്ച് കൈപ്പിടിയിൽ കൊണ്ടുവന്നതും അലീനയാണ്. അവളിപ്പോൾ തിരിച്ചു പോകണമെന്ന് ഇത്രയും വാശി പിടിക്കുമ്പോൾ എനിക്ക് എവിടെയെങ്കിലും കൊണ്ട് എറിയാൻ പറ്റുമോ? ഈ പറഞ്ഞ സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ ശരിക്കും എൻ്റെ ശത്രുവിന് തുല്യമാണ്. ഞാൻ മാക്സിമം വെറുക്കേണ്ട ഒരാളാണ്. എന്നിട്ടും അയാളുടെ മുമ്പിൽ പോയി പട്ടിയെപ്പോലെ ഞാൻ യാചിച്ചു അലീനയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവൾ എന്നെ അച്ഛാന്ന് വിളിക്കുമ്പോൾ അവൾ എൻ്റെ സ്വന്തം മകളല്ലേടോ, അവൾക്ക് നീതി കൊടുക്കണ്ടേ. 23 വർഷം വരെ അവൾ അനാഥാലയത്തിൽ കഴിഞ്ഞ് ഒന്നും അറിയാതെ കഷ്ടപ്പാട് അനുഭവിച്ച്. ഇനിയെങ്കിലും അവൾ സ്വന്തം അമ്മയുടെ സ്നേഹമേ കിട്ടിയില്ല. അച്ഛൻ്റെ അടുത്തേക്കും പോട്ടെ, അയാൾ 2 കൈ നീട്ടി അവളെ സ്വീകരിക്കണം. അതാണ് വേണ്ടത്. എന്നെക്കാളും കൂടുതൽ അയാൾക്ക് അവളെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ സ്നേഹിക്കട്ടെ. അതുകൊണ്ട് ഞാൻ കാല് പിടിക്കാൻ പോയതാ. പിന്നെ ബാലേട്ട എന്നോടും കൂടെ ക്ഷമിക്കണം. എന്താ ഗോവർദ്ധന, ഞാനും സുമിത്രയൊക്കെ ബാലേട്ടനെയും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ബാലേട്ടന് വേറൊരു ബന്ധത്തിലുള്ളൊരു കുട്ടിയാണ് അലീന. അല്ലെങ്കിൽ അലീനയെ ആർക്കും ഇഷ്ടമല്ല. എന്തിനാണ് ഇവിടെ ഇങ്ങനെ അവളെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്, പറഞ്ഞു വിട്ടൂടെ. ഞങ്ങളും ചിന്തിച്ചു. ക്ഷമിക്കണം, അങ്ങനെയൊക്കെ തെറ്റിയില്ലേ. ബാലേട്ടൻ വലിയൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഇത്രയൊക്കെ സഹിക്കാനും ക്ഷമിക്കാനും ഒക്കെ കഴിയുമല്ലോ. അലീന പോയി കഴിഞ്ഞാലെങ്കിലും ബാലേട്ടനൊന്ന് സമാധാനത്തോടെ ജീവിച്ച് കണ്ടാൽ മതി എന്ന് പറയുമ്പോൾ ബാലൻ പറയാട്ടോ, അലീന പോയി കഴിഞ്ഞാൽ ഞാൻ ജീവിക്കുന്നതാണോ നിൻ്റെ വിചാരം? സമാധാനത്തോടെ ഞാൻ എങ്ങനെ ജീവിക്കും പറ. ഇതൊക്കെ അറിഞ്ഞുവെന്ന് ബാലേട്ടൻ അറിഞ്ഞുവെന്ന് വൈജ ചേച്ചി അറിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അവൾക്കതറിയില്ല. എന്തെങ്കിലും അത് അവൾ അറിയും. അലീന പോയി കഴിഞ്ഞാൽ ഞാനത് അവളെ അറിയിക്കും. പിന്നീട് ഞാനും അവളും ഒരുമിച്ച് ജീവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? പഴയ പോലെയുള്ള സ്നേഹത്തോടുകൂടി നമ്മൾ ജീവിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. പോയതെല്ലാം പോയി. ഞാൻ വെറും കീടം. അത്രത്തോളം എന്നെ ചവിട്ടി താഴ്ത്തിയില്ലേ. ഒന്നും അറിയാതെ 22 വർഷക്കാലം ഞാൻ ദേവതയെ പോലെ മനസ്സിൽ കൊണ്ടുനടന്ന അവൾ എന്നെ ചതിക്കായിരുന്നു ഗോവർദ്ധന. എല്ലാം അറിഞ്ഞിട്ടും എത്രത്തോളം അവളുടെ പിടിവാശിയും ദേഷ്യവും വാശിയും ഒക്കെ എന്നെ അവൾക്ക് സ്നേഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറിയത്. പോട്ടെ, എല്ലാം കലങ്ങി തെളിയുന്നെങ്കിൽ തെളിയട്ടെ. എന്തായാലും ഗോവർദ്ധൻ അറിഞ്ഞ കാര്യങ്ങളൊന്നും ആരോടും പറയണ്ട, ഇത് മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ മാത്രം മതി എന്നും പറഞ്ഞിട്ടാണ് അവർ ഇതിനിടയ്ക്ക് വീട്ടിലേക്ക് വരാൻ ശ്രമിക്കുന്നത് കേട്ടോ. ഇതിനിടയ്ക്ക് വീട്ടിലെ പിള്ളേരെല്ലാവരും കൂടെ അച്ഛൻ ഇതുവരെ എത്തിയില്ലല്ലോ എന്ന് പറയണ്ട്. അങ്ങനെ അലീന ഫോണിൽ വിളിച്ച് അന്വേഷിക്കുവാണ്. അച്ഛൻ ഇവിടെ എത്താറായോ, ഭക്ഷണം കഴിച്ചോ, മരുന്ന് കഴിച്ചോ, ഗോവർദ്ധൻ്റെ കൂടുതലുണ്ടോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുക കേട്ടോ. ഇതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.